ലിബുറോയുടെ കാലയില് ചോരയാണ്. ഹായ്, ഹലോ, നമസ്കാരം. പുണ്യാൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് പള്ളിക്കുന്ന് സ്ഥലത്താണ്. ഞങ്ങളിന്നലെ രാത്രി ഇവിടെയാണ് സ്റ്റേ ആയത്. നമ്മുടെ ഈ പമ്പിലാണ് ഞങ്ങളിന്ന് രാത്രി സ്റ്റേ ആയത് മൊത്തം. ഇന്ന് രാവിലെ നമ്മൾ മല കയറണമെന്ന് പറഞ്ഞ് ഇരുന്നതാണ്. ഇവിടെ പള്ളിക്കുന്നിന് മേലെ ഒരു നല്ല മലയൊക്കെ ഉണ്ട്, അവിടെ കാണാൻ വേണ്ടി ഇരുന്നതായിരുന്നു. പക്ഷേ രാത്രി നല്ല മഴയായിരുന്നു, അത് കാരണം ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി അടുത്ത ഏത് സ്ഥലമാണെന്ന് നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം. ഏതാ നല്ല സ്ഥലങ്ങൾ നിർത്തി ഇത് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, അതിലിനി സെറ്റാക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് യാത്രയിൽ കാണാം. അങ്ങനെ നമ്മൾ മാനന്തവാടിയിൽ നിന്ന് ആ പമ്പിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് വരുമായിരുന്നു. മുന്നോട്ട് വരുന്ന സമയത്തൊന്നും നമുക്കെങ്ങും ഫുഡ് വെക്കാനോ ഇതിനോ ഒന്നും സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നലെ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ഓറഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, റിസ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൽ നിർത്തി. കുഴപ്പമില്ലല്ലോ. ഇല്ല, പിന്നെ അതുകൂടാതെ നമ്മളിങ്ങനെ ഫോറസ്റ്റ് ഭാഗത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഇവിടെ നിർത്തി ഫുഡ് ചെയ്യുന്ന കാര്യമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടല്ല, ഞാൻ ചെയ്യാൻ പാടില്ല. നമ്മളിവിടെ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്കൊക്കെ അവിടെ എഴുതി വെക്കുന്നുണ്ട്, അതായത് നമ്മൾ ആഹാരം പാകം ചെയ്യുന്ന ശ്രദ്ധിക്കണം, ചില തീയും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വരുന്നവർ നമ്മൾ എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ കൊണ്ടുവരുമ്പോൾ അതൊരു കാരണവശാലും ഈ വഴിയിൽ ഇട്ട് കൊടുക്കുകയോ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അതിറ്റുകളെല്ലാം ഈ റോഡിലോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പ്രത്യേകം എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പേരിലാണ് ഞങ്ങൾ രാവിലെ ഇങ്ങനത്തെ ഒരു പരിപാടിയും കൊണ്ട് ഇറങ്ങിയത്, അതായത് ഫുഡ് കഴിച്ചത്. അപ്പം കുഴപ്പമില്ല, ഓറഞ്ചും കാര്യങ്ങളൊക്കെ, ഓറഞ്ചും റസ്കും ഒക്കെ കഴിച്ച് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരുനെല്ലിയുടെ വിശേഷങ്ങളുമായിട്ട് അവിടുത്തെ ഫോറസ്റ്റിനുള്ളിലൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമുക്ക് അത് കാണാം. രണ്ടാഴ്ച മുന്നേ വരെ ശരിക്കും പറഞ്ഞാൽ ഈ ഓറഞ്ച് റസ്ക് ഒന്നും കഴിച്ചൊന്നും ആവത്തില്ല. രാവിലെ ഒന്ന് കഴിച്ച് പഴങ്കഞ്ഞി കുടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു 4 കട്ടിക്ക് കഴിക്കണമായിരുന്നു. ഇപ്പൊ അതെല്ലാം അങ്ങ് മാറി. ശരിക്കും ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു റസ്കിന്റെ പീസ് ഒരു കട്ടൻ ചായം കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് വയറ് കയറി കഴിഞ്ഞാൽ നിറയുമല്ല, നമ്മുടെ വിശപ്പ് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ട, പിന്നെ ഉച്ചക്കൊക്കെ വല്ല കഴിച്ചില്ലേലും എന്തായി, നമുക്കൊരു പ്രശ്നമില്ലെന്നുള്ളതാണ്. അതാണ്, അതിനോടൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയി, കാരണം 1 മണി സമയമൊന്നും ഇല്ല ഇപ്പൊ കഴിക്കാൻ. ഇത് ഫോറസ്റ്റിനുള്ളിൽ കൂടെ വരുന്ന ഒരു ചെറിയ പുഴയാണ്, അതിന്റെ മേളിൽ കൂടെ ഉള്ള പാലമാണ്. അത് കടന്നാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് വന്യജീവി സങ്കേതം. ഇവിടെ പുഴയിൽ ഇറങ്ങുന്നതൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. പുഴയിൽ ഇറങ്ങി വരുന്നല്ല ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് ഒരു സൈഡ് ഫോറസ്റ്റ് ആണോ അല്ലേ? ഒരു സൈഡ് ഫോറസ്റ്റും ഒരു സൈഡ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലവും ഒക്കെ ആയിട്ടാണ്. അത് ചില സ്ഥലങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അത് മാറുന്നുമുണ്ട്. 2 സൈഡിലും ഫോറസ്റ്റ് ആയിട്ട് വരുന്നവരുമുണ്ട്. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുനെല്ലിലേക്ക് അടുക്കാറായിട്ടുണ്ട്. വരുന്ന വഴിക്കൊരു വണ്ടി ആക്സിഡന്റ്. ഇത് പഴയതും കണ്ടോ? പഴയതാ. തീ പിടിച്ചതാണ്. എന്തോ രൂക്ഷമായിട്ട് നോക്കുന്നത് അല്ല, നേരത്തെയൊക്കെ നമ്മൾ ഇതിലെ കൂടെ പോയിട്ടുണ്ട്. നേരത്തെ 2 തൊട്ട് നമ്മൾ പോയിട്ടുണ്ട്. അന്ന് നമ്മളെ ചാനലൊന്നും ഇല്ല, അല്ല നമ്മൾ പോയിട്ടുണ്ട്. അന്ന് നമ്മൾ ഇവിടെയൊക്കെ മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്. നല്ല ആനയെ കണ്ടിട്ടുണ്ട്, നല്ല കാട്ടുപോത്ത്, ഇങ്ങനെ മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതാ നോക്കുന്നത്, ആനയുടെ ചൂരുണ്ട് ഇവിടെയൊക്കെ. അതിൻ്റെ ഒരു മണം, കാരണം ആനയുടെ പിണ്ടോ എന്നൊക്കെ പറയത്തില്ല, അത് ആനയുടെ സ്മെല്ലൊക്കെ ഉണ്ട്. പക്ഷേ
ആനയെ കാണുന്നില്ല. ഞാൻ അതാണ് ഈ നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പെതുക്കെ പോകുന്നത് തന്നെ ഈ കാട്ടിനകത്ത് ആന. കാരണം അവിടെ ബോർഡ് കൊണ്ട് ആനയുടെ ഇതാണെന്ന്. പക്ഷെ മൃഗങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഇതിലേക്കൂടെയുള്ള ഒരു യാത്ര ഒരു പ്രത്യേക സുഖം തരുന്നതാണ്. നമ്മുടെ തിരുനെല്ലി റൂട്ടിൽ വന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ 2ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ആ സ്ഥലപ്പേര് ഞാൻ ഒന്നും നോട്ട് ചെയ്തില്ല. ഇവിടെ തിരുനെല്ലിക്ക് ഒരു 11 കിലോമീറ്ററോളം ഉണ്ട്. ഈ 11 കിലോമീറ്റർ ഈ ഫോറസ്റ്റിൽ കൂടെയുള്ള യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനോഹരമായ യാത്രയാണ്. മറ്റ് ശല്യങ്ങളൊന്നുമില്ല. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അടിപൊളി, സൂപ്പർ. ഇതാണ് ജൂക്കാലി. എന്താ രസമുണ്ട് കാണാൻ. നല്ല വെള്ളത്തടി. ഇവിടെ എല്ലാം അതിന്റെ ആ ഒരു സാധനങ്ങളാണ് അല്ലേ? യൂക്കാലീസ് ആണ് ഫുള്ള്. പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ ഫ്രണ്ടിൽ 3 സീറ്റ് ചെയ്തേക്കുന്നത്? ഇതുപോലുള്ള അവസരങ്ങളിൽ, അതായത് ഫ്രണ്ടിൽ 3 പേർക്ക് ഇരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തേക്കുന്നത്. കുറെ സ്ഥലമുണ്ട്. ഇവിടെ ഇരിക്കുമ്പോ ആ ഒരു കാഴ്ച കാണാൻ, ആ ഒരു എയർ സർക്കുലേഷൻ ഒക്കെ നല്ല സൂപ്പറാണ് ഇവിടെ ഇരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ 3 സീറ്റ് ഇവിടെ തന്നെ ആദ്യമേ തയ്യാറാക്കിയത്. നമ്മളങ്ങനെ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വാസ്കോ അങ്ങനെ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ കയറ്റി ഇട്ടിരിക്കുകയാണ്. പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഇവിടെ മുകളിലായിട്ടാണ് ഇതിന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചിട്ട് 365 ദിവസവും ബലികർമ്മം നടക്കുന്നൊരു ക്ഷേത്രമാണ്. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിരിക്കുന്നത് കർക്കിടക മാസത്തിലാണ് ഈ വാവ് ബലി നടത്തുന്നത്. ഇവിടെ ഈ 365 ദിവസം ഇവിടെ ബലിതർപ്പണം നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ശരിക്കും ഇവിടെ തിരക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് മുകളിലോട്ടുള്ള സ്റ്റെയർ കയറിയാണ് നമ്മൾ ഇതിൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. മുകളിലോട്ടുള്ള ഭാഗത്തൊന്നും നമ്മൾ വീഡിയോ കൊണ്ട് പോയിട്ടില്ല. അത്യാവശ്യം ഇവിടെ വന്ന് നിൽക്കുന്നതിന് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് ഈ തിരുനെല്ലി ഫോറസ്റ്റിലോടുള്ള യാത്രയാണ് നമ്മളിന്ന് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പിന്നെ വന്നപ്പോൾ ഇവിടെ നിന്ന് കയറി തിരിച്ച് നമ്മൾ ഇറങ്ങിപ്പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തിരിച്ചിറങ്ങാൻ പോവുകയാണ്. ഇനി പോകുന്നതും ഇപ്പോൾ വന്ന പോലെ തന്നെ ഫോറസ്റ്റിൽ കൂടെയാണ്. പിന്നെ അത്യാവശ്യം പോകേണ്ട ഒരു സ്ഥലമുണ്ട്, തൂവൽപ്പെട്ടി
വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അപ്പോൾ നമ്മളുടെ അങ്ങോട്ടാണ് യാത്ര ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാം വനത്തിലൂടെയുള്ളൊരു യാത്ര, അത് മാത്രമാണ് ഇന്നത്തെ മെയിൻ കണ്ടൻറ്റായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമുക്ക് യാത്ര ഇരിക്കാം. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ഒത്തിരി പേരാണ്ട് നെല്ലിക്ക, ഇവിടുത്തെ ആൾക്കാർ നെല്ലിക്ക, തേന്, വൻതേന്, കാട്ടുതേൻ എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിർത്തിയൊന്ന് ചോദിച്ചാലോ? തീർച്ചയായിട്ടും നല്ല നെല്ലിക്ക ഞാൻ കണ്ട്. പിള്ളേർ സെറ്റ് ആണെങ്കിലും ഒത്തിരി കൊച്ചു പിള്ളേരൊക്കെ അവിടെ നെല്ലിക്കൊക്കെ വിൽക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരാടെ ഇരിക്കാൻ നിർത്തിയിട്ട് നമുക്കതൊന്ന് ചോദിക്കണം, ചെയ്യാൻ തരുമോന്ന് ചോദിച്ചു നോക്കാം. കെമിക്കൽ ഒന്നും കാണത്തില്ല. വനത്തിനകത്തുനിന്നുള്ള വിഭവങ്ങളായതുകൊണ്ട് തന്നെ ആളുകളെല്ലാം വന്ന് മേടിക്കാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അതിൻ്റെ കുറേ ഇക്കോഷിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ തൊട്ടേ ഉണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ കടകൾ കണ്ടായിരുന്നു. നമുക്ക് ആ പിള്ളേരോട് ചോദിക്കാം, ഒരു 4-5 നെല്ലിക്ക തരുമെന്ന്. പൈസ കൊടുക്കാം നമുക്ക്, അവരങ്ങനെ തരുമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഓക്കെ, അല്ലാതെ നമ്മൾ ആ ഒരു വലിയൊരു കീസ് നിറച്ചുള്ള ഒരു നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മളിപ്പോ യാത്ര ചെയ്യും, നമ്മൾ വീട്ടിലോട്ട് പോവല്ല. അപ്പൊ നമുക്കത് മൊത്തോടെ തിന്ന് തീർക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടതാണ് ഒരു ചെറിയൊരു എക്കോ ഷോപ്പ് പോലുള്ള സംഭവമാണ്. വനവിഭവങ്ങളൊക്കെ ഒരുപാടുള്ളതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. ദീപപ്രോ കുറച്ച് നേരം കൂടെ പറയുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് കയറി ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കി ചേരും. തേനൊക്കെ എങ്ങനെയാ വില? 450. ചെറുതാനോ? നല്ല കാപ്പിപ്പൊടി വരുന്നുണ്ട്, നമ്മളൊന്ന് പൊടിച്ചുണ്ടാക്കണം. കാപ്പിപ്പൊടി, പിന്നെ ഏലക്കൻ്റെ ചായപ്പൊടി, കാട്ടുള്ളിത്തൈലം. കാട്ടുള്ളിത്തൈലം എന്തിനാ ഉപയോഗിക്കുന്നത്? അത് ജലദോഷത്തിനൊക്കെ മണപ്പിക്കുന്നു. പിന്നെ യൂക്കാലി ഉണ്ട്, തലവേദനയ്ക്കൊക്കെ നല്ല പല്ലുവേദനയ്ക്ക്. നായ്ക്കറിനപ്പൊടിയുണ്ട്, അമക്കുരുണ്ട്, രാമച്ചത്തൈലം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്താ വേണ്ട? അതുകൊണ്ട് ഇവിടെ കുറെ നെല്ലിക്കകൾ ഉണക്കാൻ ഇട്ടേക്കുന്നത്. ചേച്ചി പറഞ്ഞ എന്തിനാ ഇത്? അത് ഉണങ്ങിയതാ. ഉണങ്ങിയിട്ട് എന്തിനാ? നമ്മള് എണ്ണ കാച്ചാൻ അല്ലേ? ആ ഹാ. ഇത് നെല്ലിക്കല്ലേ? അത് നെല്ലിക്ക. തേൻ നെല്ലിക്ക. ഇത് മധുരം നെല്ലിക്ക. നെല്ലിക്ക ഉണക്കി. ഇത് നെല്ലിക്ക ഉണക്കിയതോ? ഇത് പുളിമുട്ടായി. എത്ര പുളിമുട്ടായി? വെളുത്തുള്ളി, ജീരകം, മുളക്, നല്ല ടേസ്റ്റ്. ഇതിന്റെ സൗണ്ടാ സൂപ്പറല്ലേ? ഇവിടെ നിൽക്കുന്നുണ്ട്. നെല്ലിക്ക എത്ര? 80 രൂപ. 80. നമ്മളിവിടെ വന്നിട്ട് ഒരു 3-4 ഐറ്റം സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് നെല്ലിക്കയാണ്. നെല്ലിക്ക ഇവിടെ പലതരം ഉണ്ട്. പക്ഷെ നമ്മൾ മേടിച്ചത് നെല്ലിക്ക നാടൻ രീതിയിൽ തന്നെ മുളകും ഒക്കെ ഇട്ട് ഉപ്പിലിട്ട് വെച്ച് കാട്ടിലെ നെല്ലിക്കാണോ ചേച്ചി? കാട്ടിലെ നെല്ലിക്ക. അതെല്ലാം കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാം. നല്ല ഇതോ നല്ല കഴിച്ചു നോക്ക്. യാത്ര ചെയ്യുന്ന സമയത്ത് ആ ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഓർമ്മയെടുത്ത് കഴിച്ചാൽ മതി അല്ലേ? ഇച്ചിരി വെള്ളമോടെ കുടിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ക്ഷീണമൊക്കെ ഒന്ന് മാറി കിട്ടും. ഇത് എത്ര നാളെ ഇതിട്ടിട്ട്? ദിവസം തേൻ ഒഴിച്ചിട്ടേക്കോ? ഒന്നുമില്ല. ഉപ്പും അല്ല ഇത് അല്ല ഈ തേൻ ഒഴിച്ചിട്ടേക്കുന്നതിന്റെ അത് എത്ര ദിവസം നമ്മളിടും? എന്നാലും അതിന് ഒരു അഴുകി വരുന്ന ഒരു ഫീലിങ്സ് വരണമല്ലോ. ഇത് കഴുകി വരും. നമ്മൾ വാഴ കിട്ടുമ്പോഴേ പഞ്ചസാര ഇട്ടിട്ട് അതിൻ്റെ കൂടെ ലേശം ശർക്കരയും കൂടി ഇട്ടു. എന്നിട്ട് നെല്ലിക്ക കീറിയിട്ടിടും. ഇത് ചെറുങ്ങനെ കീറും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഉരുകുമല്ലോ പഞ്ചസാര. ഞാൻ അത് ഇറക്കി വെക്കാം. അപ്പം ഗ്രാമ്പും പട്ട ഇടുക പൊടിച്ചിട്ട്. പിന്നെ തണുത്ത് കഴിഞ്ഞിട്ട് തേൻ വയ്ക്കാം.
ഒരു മാസം ഏറ്റവും കുറഞ്ഞ വേണ്ടി വരും ഇതിങ്ങനെ ആയി വരാൻ അല്ലേ? എന്നാലേ ഈ അലിഞ്ഞ രീതിയിലായി വരുത്തുള്ളൂ. ശരി ആയിക്കട്ടെ, താങ്ക് യു. ഇവിടുന്ന് മേടിച്ചത് നല്ല നെല്ലിക്ക ഉപ്പിലിട്ടൊക്കെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയാണ് കുറച്ച് പയ്യന്മാർ അല്ലാത്ത കാട്ടുനെല്ലിക്ക, പച്ച നെല്ലിക്ക. എങ്ങനെ വില? 5 കിലോ ആണ് 200 രൂപ. നമുക്കിപ്പോൾ 5 കിലോ മേടിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. ഇത്രയും നമ്മൾ ഇപ്പോൾ വീട്ടിലോട്ടൊന്നും പോകാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. വീട്ടിൽ പോകാത്ത സ്ഥിതിക്ക് അത് നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതായി പോത്തേ ഉള്ളൂ. വണ്ടിയൊക്കെ പോകുന്നു. പയ്യനെ നമ്മളിവിടെ റോഡ് സൈഡിൽ തന്നെ പിടിച്ച് നിർത്തിയേക്കാണ്. ലൂസായിട്ട് വരാൻ പറ്റും. എങ്ങനെ? അത്രയൊന്നും വേണ്ട, ഒരു 10 എണ്ണം തരുമോ? 10 രൂപയ്ക്ക് എത്ര തരും? സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ? എത്രല്ല? എവിടുന്നാ കിട്ടിയേ? നിങ്ങൾ പോയി പഠിക്കോ അതോ? എവിടാ വീട്? എവിടാ? സ്കൂൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കാട്ടിക്കുളം പയ്യമ്പള്ളി. ഇപ്പൊ എന്താ സ്കൂൾ അടച്ചിട്ടേക്ക് വേണോ? കൊറോണ ഒക്കെ ആയിട്ടായിരിക്കും അല്ലേ? ഒരു ദിവസം എത്ര വരുമാനം വരുന്നുണ്ട്? 1000 ഒക്കെ ഉണ്ടോ? അടിപൊളി. മൊഹം ഒന്ന് കാണിച്ചേ, മൊഹോടത്തി കാണിട്ട് ഞങ്ങള് ഇവിടെ അവൻ ഓടിക്കളഞ്ഞ്. 10 രൂപയ്ക്ക് കണ്ടില്ലേ? അപ്പൊ നിങ്ങളെ ആയിരിക്കും എന്താ അവര് 5 കിലോ 200 രൂപയ്ക്ക് തന്നിട്ട് പൈസ ഇല്ലാത്തതാണോ മേടിക്കാൻ? അതുകൊണ്ടല്ല, നമ്മൾ ഈ സാധനം മേടിച്ച് വെറുതെ വേസ്റ്റ് ആയി കളയുന്നതുകൊണ്ട് അർത്ഥമില്ല. ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ മൊത്തം കഴിച്ചിട്ട് തീരത്തില്ല. അതുകൊണ്ടാണ് 10 രൂപയ്ക്ക് മേടിച്ചത്, വേറെ ഒന്നും കൊണ്ടല്ല. ആരും പൊങ്കാലയൊന്നും ഇടരുത്, നമുക്ക് എടുത്ത് മേടിച്ചാണ്. പിന്നെ അതുപോലെ നമ്മുടെ കൊച്ചു പിള്ളേരാണ്, അവര് ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ തൊഴിലുകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവരൊരു പ്രോത്സാഹനമായിട്ടും ഞങ്ങൾ വാങ്ങിച്ചു. ഇവിടെ ഇപ്പൊ ആ പാടെ അടിയുടെ ലക്ഷണമെല്ലാം കാണുന്നുണ്ട്. ഇപ്പൊ ഒരാൾ അപ്പുറത്തുനിന്ന് ഓടി വന്നതാണ്. അപ്പൊ ഇവര് പറഞ്ഞു ഈ അപ്പുറത്തെ കടയിൽ പോയി നിൽക്കുന്ന പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര അടിയാണ്. എന്നിട്ട് വേറെന്തോ? സിനാൻ. ഞങ്ങള് പോവാം. ഓക്കെ, മാത്രമല്ല നമുക്ക് വരുന്ന വഴിക്ക് കാണാം. നമ്മള് തിരുനെല്ലിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന റൂട്ടിൽ തന്നെയാണ് ഇവിടെ ഒരു ഉണ്ണിയപ്പക്കടയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 3-4 ആവർത്തി ഇവിടെ വന്നിട്ടുള്ളതാണ്. ആ വരുന്ന സമയത്തെല്ലാം ഇവിടെ നല്ല തിരക്കാണ്. എപ്പോൾ വന്നാലും ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഷിജു ബ്രോ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഉണ്ണിയപ്പം മേടിക്കാനായിട്ട് പോയേക്കാണ്. അപ്പം തന്നെ കണ്ടില്ലേ ഇവിടെ എന്തുവേണ്ടി ആളുകളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതെല്ലാം ഉണ്ണിയപ്പം മേടിക്കാൻ വന്ന് നിൽക്കുന്ന ആൾക്കാരാ. വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടോ? നിറച്ച ആളാണ് ഫ്രണ്ട്സ്. ഞാൻ ഉണ്ണിയപ്പത്തിന്റെ സവിശേഷതകളും അതിന്റെ ഗുണമൊക്കെ നമുക്ക് ഷിജു ബ്രോ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം. എന്തായാലും ഉണ്ണിയപ്പം ഇങ്ങ് വരട്ടെ. കിട്ടിയോ? പിന്നെ കിട്ടി. നല്ല തിരക്കുണ്ട് കടയില്. ഇത് എനിക്ക് തോന്നുന്നു ഈ തിരുനെല്ലി വരുന്നവർക്കെല്ലാം ഒരു കഴിക്കുന്ന ഒരു സംഭവം. അണ്ണന്മാരാ ഓടി വരുന്നത്, ആവശ്യം പോലുണ്ട്. ഏതായാലും അവന്മാർക്ക് തട്ടുന്നതിന് മുമ്പ് ഞാൻ കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ്. ഇത് ഒത്തിരി പേര് ഇങ്ങനെ ഞാൻ പല യൂട്യൂബ് ചാനലുകളിലും കാര്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. വ്യത്യാസമുണ്ടോ? കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളി സാധനം. നമ്മൾ സാധാരണ കഴിക്കുന്നതായിട്ട് എന്തെങ്കിലും വ്യത്യാസം അതിനകത്തുണ്ടോ? ആ പഴത്തിൻ്റെ രുചിയൊക്കെ വരുന്നുണ്ട്. പിന്നെ നെയ്യാണെന്ന് തോന്നുന്നു, നെയ്യ് തന്നെയാണ്. നെയ്യുടെ തന്നെ ടേസ്റ്റ് വരുന്നുണ്ട്. ഏതായാലും ഞാൻ ഒത്തിരി പറഞ്ഞ് ഇതാക്കുന്നില്ല. ലിബു വല്ലാതെ നിൽക്കുവാണ്, ക്യാമറ വല്ലാതെ പേടിച്ച് പിടിച്ചോണ്ടിരിക്കുകയാണെന്ന്. ലിബുവിനും കൂടി കഴിക്കട്ടെ. സൂപ്പറാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോയ നെയ്യപ്പം എന്ന് പറയത്തില്ലേ, അതേപോലെ തന്നെയാണ് ഉണ്ണിയപ്പം ഇവിടെ. കാരണം നല്ലപോലെ പഴമൊക്കെ ഉണ്ട് ഇതിനകത്തിപ്പം. ആ വെറൈറ്റി ഉണ്ട്. ഇപ്പം നല്ല നെയ്യാണ്. ഞാനൊരു 2 പ്രാവശ്യത്തോളം ഇവിടെ വന്നപ്പോഴും ഞാൻ കണ്ടതാണ് ഭയങ്കര തിരക്കാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇന്നത് കഴിക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായത്. അതല്ല, വരുന്നവരെല്ലാം 20, 30, 40, 50 ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് എല്ലാവരും മേടിച്ചോണ്ട് പോകുന്നത്. അപ്പോൾ ആ മേടിച്ചോണ്ട് പോകുന്നത് തന്നെ അറിയാം നമുക്ക്
ഇത് എന്തുമാത്രം ആൾക്കാർ ഇത് ഫേമസ് ആയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ എന്തുമാത്രം ആൾക്കാർ കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടാണ് മേടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉണ്ണിയപ്പം കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ഉണ്ണിയപ്പം കഴിച്ച് അതിനകത്ത് ഇങ്ങനെ ആസ്വദിച്ച് പൊട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ് പോകുന്നത്. അവിടെ ഇനിയും ആളെ കയറ്റി വിടുന്നുണ്ടോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്കൊരു വ്യക്തതയില്ല. എന്തായാലും നമ്മൾ ഇറങ്ങി അങ്ങോട്ട് തന്നെ പോവുകയാണ്. ഈ റൂട്ടിൽ പോയിട്ട് മൃഗങ്ങളെ ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. തിരുനെല്ലിയിൽ പോയി. ഇപ്പോൾ ഇത് കാണുന്നത് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ തിരുനെല്ലി വരെ പോയിട്ട് എന്തുകൊണ്ട് ടെമ്പിളും കാര്യങ്ങളൊന്നും എടുത്തില്ല എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അതൊക്കെ ഉൾപ്പെടുത്തി വരുമ്പോഴത്തേക്ക് ഒരുപാട് ലെങ്ത് വരും. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ പുറകാലെ കൊണ്ടുവരുന്നതാണ്. ഞാൻ നേരത്തെ ഒരു പറഞ്ഞാണ്, വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തോൽപ്പെട്ടിലേക്ക് പോകാം. ബാക്കി വിശേഷങ്ങളുമായിട്ട് അവിടെ നിന്ന് പോകാം. നമ്മളിവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അടുത്ത് എത്തിയാണ്. അപ്പോൾ ഇപ്പോഴേ വന്നപ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്തു. 7 to 10 ഇത് രാവിലെ, പിന്നെ 3 to 5. 3 to 5. ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ? ചാർജ് ഒരാൾക്ക് ടിക്കറ്റിന് 150 രൂപ ഉള്ളിൽ പോകാൻ, പിന്നെ വണ്ടി വാടക 720, എൻട്രൻസ് ഫീസ് 85. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ 3 മണിയായിട്ടേ ഉള്ളൂ. 3 തൊട്ട് 5 മണി വരെ അങ്ങോട്ട് കടത്തി വിടും. അങ്ങോട്ട് വരുമ്പോൾ 6-6 കാലമാവും. നമുക്ക് നേരെ ഇനി പോയി കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് പോയാൽ വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടത്തിന് കുടകിലാണ് വെള്ളച്ചാട്ടം. കാണാൻ നല്ല ഇതെല്ലാം കുഴപ്പമില്ല. കുളിക്കേണ്ട സെറ്റപ്പ് എല്ലാം ഉണ്ട്. മുകളിലൊരു കുന്നിൻ്റെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടമാണ്. താഴെ ഇപ്പം കാണാൻ വെള്ളമെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ. കുഴപ്പമില്ല. പോകുമ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ട് പോകണമല്ലോ. നമ്മളെ ബോർഡറിൽ പറഞ്ഞിട്ട് പോകണം. സാറേ ഇങ്ങനെ പെട്ടെന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇങ്ങനെ ടൈം പറയാം. 5-6 മണി ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ 2 മണിക്കൂർ ടൈം പറയാം. അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ തിരിച്ചു വന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പാസ് എടുക്കേണ്ടി വരും. 50 രൂപ പാസ് എടുക്കേണ്ടി വരും അവിടെ നമ്മളെ ബോർഡറിൽ. ശരി ചേട്ടാ, പോട്ടെ. ശരി. നമ്മളിപ്പോൾ തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റിന് അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ അവിടെ പോകുന്നതിന് നേരത്തെയൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ പാസ്സൊക്കെ എടുക്കണമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ നിർത്തലാക്കിയേക്കാണ്. ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്ററേ ഉള്ളൂ വാട്ടർ ഫാൾസിൻ്റെ അവിടെ. പിന്നെ പോകുന്ന വഴിക്കുന്ന നമുക്ക് നാഗർഹോളയ്ക്ക് പോകാൻ പറ്റും. അതായത് ഫോറസ്റ്റിനകത്തോടെ 30 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാം. അത് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഓടി 30 കിലോമീറ്റർ ഓടി ചെല്ലണം. പിന്നെ അപ്പുറത്തെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എന്തായാലും യാത്ര ഇരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്താ വെച്ചാൽ തീരുമാനിക്കുന്നുള്ളൂ. ഇനി നാഗർഹോള ഫോറസ്റ്റിൽ കൂടെ യാത്ര ചെയ്യണോ അതല്ല വാട്ടർ ഫാൾസിൽ പോകണമെന്നുള്ളത്. എന്തായാലും നമുക്ക് 3 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ തിരിച്ചു വരണം. എന്തായാലും ഇവിടുത്തെ സഫാരി നടക്കത്തുള്ളൂ. ഈ പറയുന്ന പോലെ തന്നെ നാഗർഹോള ഫോറസ്റ്റിലുണ്ട് നമുക്ക് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മുടെ വാസ്കോ ആദ്യമായിട്ട് കേരളം കടന്ന് മറ്റൊരു അങ്ങനെ വാസ്കോ കർണാടക കാരണം ഈ സ്റ്റേറ്റ് പറയാൻ ഒരു മടി ഏതാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കേരളം വിട്ട് കർണാടക കയറിയിരിക്കുകയാണ്. കേരളം മൊത്തം കറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് കർണാടകയിലോട്ട് കറക്കുമായി. അതുകൊണ്ടല്ല, നമുക്കൊരു 2-3 മണിക്കൂർ നമുക്ക് ടൈമുണ്ട്. ഇവിടെ എല്ലാം റോഡ് മൊത്തം ഇളകി കിടക്കുന്നുണ്ട്. ഈ കല്ല് വന്ന് അടിക്കുന്നുണ്ട് വണ്ടിക്കകത്ത്. അപ്പം കുറച്ച് സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. ആ സമയത്ത് നമുക്ക് ഇവിടെ ഉള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വെച്ചിട്ടാണ് ഇപ്പം നമ്മളിങ്ങനെ ചാടി കയറിയത്. നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് കണ്ടതാണ് നമ്മുടെ കല്യാണം. അത് കയറാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കയറി കർണാടകയുടെ കല്യാണാചാരങ്ങളൊക്കെ നമുക്ക് തപ്പിയിടുക. അല്ല, ഇവിടൊക്കെ ഇത്രയും കുഴപ്പങ്ങളൊന്നുമില്ല. ഇത്രയും വണ്ടികളും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നുണ്ട്. മാസ്ക് പോലും ഇല്ല. മാസ്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കണ്ടില്ലേ, ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ കർണാടക കയറിയിട്ട് ഇപ്പം ഇരിപ്പ് വാട്ടർ ഫാൾസിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്ററോളം ദൂരമുണ്ട് അങ്ങോട്ട്. മെയിൻ റോഡിൽ നിന്ന് 3 കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോകണം. അവിടെ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വാട്ടർ ഫാൾസിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ വയ്യാത്ത സ്ഥലവും ലാംഗ്വേജും അങ്ങനെയൊക്കെയുള്ള ചെറിയ വിഷയങ്ങളുണ്ട്. ഇപ്പം നെറ്റ് ആണെന്നുണ്ടെങ്കിൽ റേഞ്ചിൻ്റെ കുഴപ്പമുണ്ടായിരിക്കും. നമ്മൾ അടിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല. ഇനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആരോടും ചോദിക്കണമെങ്കിൽ പോലും ആ പാടെ ഇതായി പോകുമെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം, ചെല്ലുമ്പോൾ അറിയാമല്ലോ. ഈ വാട്ടർഫോൾസിലോട്ട് പോകുന്നതിൻ്റെ 2 സൈഡിലും കാപ്പിത്തോട്ടങ്ങളാണ്. ഇവിടെ ഫുള്ള് കാപ്പിത്തോട്ടം. ഇങ്ങോട്ട് വന്നപ്പം കാണാൻ പറ്റുന്നതെല്ലാം കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്കൂടാണ് നമ്മുടെ വാസ്കോ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇരിപ്പ് വാട്ടർ ഫാൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്.
ഇവിടുന്നൊരു കുറച്ച് അകത്തോട്ട് കയറി പോകണം. ഇതിപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലാണ് നമ്മൾ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തേക്കുന്നത്. ഒരുപാട് ആളുകളൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെയാണ് അതിൻ്റെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചേക്കുന്നതനുസരിച്ച് ഒരാൾക്ക് 50 രൂപയാണ് അകത്തുള്ള എൻട്രി ഫീസ്. രാവിലെ 8 മണിക്ക് ഓപ്പൺ ആവും, വൈകിട്ട് 5 മണിയാകുമ്പോൾ ക്ലോസിങ് ആവും. അതിന് മുമ്പാണ് അകത്ത് കയറേണ്ടത്. നമുക്ക് അങ്ങോട്ട് പോകാം, പോയി ജസ്റ്റ് എല്ലാം നോക്കി കണ്ടേച്ചൊക്കെ പോരാം. അപ്പോൾ നമ്മളിവിടെ വന്ന് അവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് 50 രൂപ വെച്ച് 150 രൂപയാണ് 3 പേർക്ക് ടിക്കറ്റ് ചാർജ്. പിന്നെ അതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 10 രൂപ ഫീസുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടന്നകത്തോട്ട് പോകാനുണ്ട്. നടന്ന് പോകാന്ന് വെച്ചാൽ എനിക്കൊന്ന് ഈ കാടിന് നടുക്ക് എവിടെയാണ് നമ്മളാ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ഭാഗത്ത് എവിടെയൊക്കെയാണ്. ഇത് കുറച്ച് ദൂരം നടന്നു പോകണം. അതുമാത്രമല്ല ഇതിൻ്റെ ചുറ്റും നല്ല മലകളാണ്, ഫുള്ള് മലയും കാടുമാണ്. അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മൾ ഈ പോകുന്ന വഴിക്കാൻ ഒരുപാട് ആളുകൾ തിരിച്ചിറങ്ങി വരുന്നുണ്ട്, പോയിട്ട് രാവിലെയൊക്കെ പോകുന്നവരുണ്ട്. അപ്പം വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ആ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല ഇതുണ്ട്. ഓക്കെ, ഇവിടെ കാടാണ് അതിൻ്റെ അത് നല്ല സൗണ്ട്. പക്ഷേ താഴെ നിന്ന് അവർ പറഞ്ഞ് കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു. നമ്മൾ അവിടെ ചോദിച്ചപ്പം അവർ പറഞ്ഞത് കുളിക്കാനും എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്താണെന്ന് നമുക്കറിയത്തില്ല, കാരണം നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഇതിന് എത്രത്തോളം ആഴം അങ്ങനെയുള്ള കാര്യങ്ങൾ, വെള്ളത്തിൻ്റെ ആ ശക്തിയും കാര്യങ്ങളൊന്നും അറിയാൻ വയ്യാതെ നമ്മൾ ആ തോർത്തോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കത് കണ്ടച്ചു പോകാം. നമ്മുടെ മുൻകാല വീഡിയോകളിലൊക്കെ ഉണ്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചാൽ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പോയിട്ടുള്ളത്. അറിയാൻ വയ്യാത്ത സ്ഥലങ്ങളിൽ നിങ്ങളും പോയി ഇറങ്ങരുത്, ഞങ്ങളും ഇറങ്ങത്തില്ല. ഇത്രയും പ്രതീക്ഷിച്ചില്ല. സംഭവം വന്നപ്പോൾ നല്ല ദൂരം നടക്കേണ്ടി വന്നില്ലേ? ഓ, ഇനി അങ്ങോട്ട് സ്റ്റെയറാണ്. ഈ സ്റ്റെയർ കയറിയാണ് പോകേണ്ടത്. സ്റ്റെപ്പ് നമ്മൾ ആ ബോർഡ് കണ്ടു, അതിനകത്ത് കെങ്കോബ്രയൊക്കെ ഒരുപാടുള്ള സ്ഥലമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വെയിലകത്തൊക്കെ വരുമ്പം ഈ കാടിനകത്തോടൊക്കെ പോകാതിരിക്കും ശ്രദ്ധിക്കുക. ഈ സ്റ്റെയറും കാര്യങ്ങളുണ്ട്, അതിനകത്തോടൊക്കെ തന്നെ പോയി ഇത് കണ്ടിട്ട് വരണം. പെർമിഷൻ ഇല്ലാതെ ഇതിനകത്ത് കയറി ഇടുന്നൊക്കെ അത് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ നടന്ന് ആണയ്ക്കുന്നേ. ഏതായാലും ദൂരെ നിന്നുള്ളൊരു കാഴ്ച ഇപ്പം കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു നല്ല കയറ്റമുണ്ട്. നല്ല കയറ്റം കയറി ഇവിടം വരെ വരുമ്പോൾ ഈ ഇത്രയും ദൂരത്ത് നിന്ന് തന്നെ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇതെല്ലാം പടിക്കെട്ടുകളാണ്. എനിക്ക് തോന്നുന്നു ആ മലയുടെ ഒരുമാതിരി പകുതിയോളം നമ്മൾ ഈ പടിക്കെട്ടിലൂടെ കയറി മേളിൽ വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇപ്പോൾ വെള്ളച്ചാട്ടം കണ്ടിട്ട് താഴോട്ട് പോവുകയാണ്. ഇനി നമ്മുടെ വാസ്കോ ഡ അരികിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50-51 മീറ്ററോളം പൊക്കത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം താഴോട്ട് പതിക്കുന്നത്. അടിപൊളി കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇനിയും പറഞ്ഞിട്ട് തീർപ്പിക്കുന്നില്ല. താഴോട്ട് നമ്മുടെ വാസ്കോ ഡ അരികിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലെത്തിയാണ്. പാർക്കിങ്ങിലെത്തിയപ്പോഴാണ് ഒരു കാര്യം കണ്ടതാണ്. നമ്മുടെ ലിബുറോയുടെ കാലയിൽ ചോരയാണ്. അട്ട കയറിയിട്ടുണ്ട് കാല. ഇതുണ്ടോ കാല അള്ളി ഇരിക്കുന്നുണ്ടോ? ചൂടാക്കണം ചൂടാക്കാം. നമ്മുടെ ബൈക്കിലുണ്ടല്ലോ. ഇനി ഞാനും കൂടി നോക്കിക്കോട്ടെ. കാണുന്നില്ല. കാലം കാണും കേട്ടോ. നമ്മൾ നോക്കിയില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞാനത് അവിടെ നിന്ന് വരുമ്പോഴേ ഉണ്ടല്ലോ കാലം എങ്ങനെ ചോര എന്തോ ഇതുണ്ട്. ശരി ഒരു മിനിറ്റ് നമുക്ക് ഇപ്പം പിടിപ്പിക്കാണ്. അല്ലാതെ നമ്മൾ ഈ ഉപ്പിടാതിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലേ എന്തോ പറ്റുമെന്നറിയാം. അതിൻ്റെ കൊമ്പ് അതിനകത്തിരിക്കും. കൊമ്പ് അതിനകത്തിരുന്നിട്ട് പഴുക്കാൻ ചാൻസ് ഉണ്ട്. കണ്ട വെള്ളക്കുണ്ട്. പോയില്ലേ? അത് വേറെ പോയില്ലേ? അത് പോയി തോന്നുന്നു. ചത്തത്. അങ്ങനെ നമ്മൾ നമ്മുടെ വാസ്കോയുടെ അടുത്തെത്തി. വാസ്കോയുടെ അടുത്തെത്തിയപ്പോഴാണ് ലിബുറോയുടെ കാലിൽ അട്ട കയറിയത്. എന്തായാലും അട്ടയൊക്കെ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ്. നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ കയറിയായിരുന്നു. അപ്പം അവർ പറഞ്ഞത് വൈകിട്ട് 3 മണി ആകുമ്പോഴത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. നമ്മൾ പിന്നെ അതിനുശേഷമാണ് ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മേടിച്ച നെല്ലിക്ക ഉണ്ടല്ലോ, ഉപ്പിലിട്ട നെല്ലിക്കായിട്ട് സൂപ്പർ. ഈ പച്ച നെല്ലിക്ക നല്ല അത് ഇത് പറഞ്ഞാൽ തിന്ന് ശാലം വെള്ളം കൂടി കുടിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ. അപ്പം കർണാടകത്തിൽ ജസ്റ്റ് നമ്മളൊരു 3-4 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പം കാണാൻ സാധിച്ചത് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ഒരുമാതിരി എല്ലാം തുറന്നിട്ടുണ്ട്. ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വയനാട് നമ്മൾ ഇന്നലെ പോയടുത്ത് കാണാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ധാരാളം വരുന്നുണ്ട്. വയനാട്ടിലും ഒരുമാതിരിപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷമെന്ന് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നാളെ ഞങ്ങൾ വരും. കാരണം ഇനിയിപ്പോൾ നമ്മൾ പോകാനുള്ള വീഡിയോയും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്. അപ്പം അങ്ങനെ ലെങ്ത് വരുമ്പോൾ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ക്ലാരിറ്റി വ്യത്യാസം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ നമ്മളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.